നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കണ്ടത് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു റെയ്ഡിന്റെയും അതിനെ തുടർന്ന് തെരുവിലിറങ്ങിയിട്ടുള്ള ചാവറ നാടകങ്ങളുടെയും തത്സമയ ദൃശ്യങ്ങളാണ്. ഒരു വശത്ത് ED ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും, മറുവശത്ത് എന്താണ് വിഷയം എന്നുപോലും അറിയാതെ ആക്രോശമായി തെരുവിൽ നെഞ്ചുവിരിച്ച് നടക്കുന്ന രാഷ്ട്രീയ അണികൾ, CPM-ന്റെ അണികൾ. ചാനൽ സ്റ്റുഡിയോകളിൽ ഇരുന്ന് നേതാക്കൾ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ നമ്മൾ സാധാരണക്കാര് ഒന്ന് ചിന്തിക്കണം. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തില് തലച്ചോറ് പണയം വെച്ച ഈ അണികള് സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ തെരുവ് യുദ്ധം നടത്തുന്നത്? ഇതിനു പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ അജണ്ട എന്താണ്? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സ്ഥിരം തന്ത്രമുണ്ട്. വിഴുങ്ങേണ്ടതൊക്കെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന വലിയ നേതാക്കൾ വിഴുങ്ങും. പക്ഷെ അതിന്റെ പേരില് ഒരു നിയമപരമായ പ്രശ്നമോ റെയ്ഡോ മറ്റെന്തെങ്കിലും വന്നാൽ പാപം അണികളെ തെരുവിലേക്ക് വലിച്ചെറിയും. തിരുവനന്തപുരത്ത് സംഭവിച്ച മറ്റൊന്നുമല്ല. നേതാക്കളുടെ മക്കളും മരുമക്കളും നടത്തുന്ന കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ, മാസപ്പടി കേസുകൾ, അതെന്താണെന്ന് പോലും അറിയാത്ത പാവങ്ങള്, അവർക്ക് അറിയില്ല, അണികൾക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും അവരുടെ വെളിപ്പുറത്ത്, ഈ നേതാക്കളെ വെളിപ്പുറത്ത് വന്നിട്ട് പോലീസിനോട് കേന്ദ്രസേനയും മുട്ടാൻ വേണ്ടിയിട്ട് ആ അണികളെ ഇറക്കി അങ്ങോട്ട് വിടും. അങ്ങനെ ഇറക്കി വിട്ടുള്ള അണികളുടെ അവസ്ഥ എന്താണെന്നും ചിന്തിച്ചു നോക്ക്. സത്യത്തിൽ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് അന്ന് അവിടെ തല്ലുണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ് ആ കാർ അടിച്ചു പൊളിച്ചത്? അവിടെ വീണ വിജയൻ പാർട്ടിയുടെ ആരാണ്? സഖാവ് പിണറായി വിജയൻ പാർട്ടിന്റെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറയാം. പക്ഷെ സഖാവ് പിണറായി വിജയനെ ED ചോദ്യം ചെയ്തിട്ടുണ്ടോ? സഖാവിനെ ചോദ്യം ചെയ്യാനാണോ ED വന്നത്? അല്ല. പാർട്ടിയുടെ ആരുമല്ലാത്ത, പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരു പാർട്ടി സഖാവിന്റെ മകൾ എന്ന ഒരു പ്രിവിലേജ് മാത്രമുള്ള ഒരാളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ സംശയ നിവാരണം നടത്താനോ വരുമ്പോൾ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വരുന്ന സമയത്ത്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതും കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നവരെ അറിയാഞ്ഞിട്ടാണോ? നേതാക്കൾ ചതിച്ചതാണോ? ഏതാണ്ട് 10-25ഓളം പേര് ഇപ്പോൾ ജാമ്യം പോലും കിട്ടാത്ത കടുത്ത വകുപ്പുകൾ ചുമത്തപ്പെട്ട് ജയിലിറക്കുള്ളിൽ കഴിയുന്നതാണ്. പാവം അവരുടെ കുടുംബങ്ങളാണ് കണ്ണീരൊടുക്കേണ്ടി വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിന് ആഹ്വാനം ചെയ്ത നേതാക്കൾ എവിടെ ഇരിക്കണേ? അവർ നല്ല ഒന്നാം തരം AC മുറിയിലിരുന്നിട്ട് അടുത്ത തന്ത്രങ്ങൾ മെനയാണ്. ഇനിയിപ്പോൾ എന്താണ്, ഇനി എങ്ങനെയാണ് ഇനി അടുത്ത കാര്യങ്ങളെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും അതുപോലെ കേന്ദ്രസേനയും ഒക്കെ ആക്രമിച്ചാൽ അകത്തു പോകുന്നിട്ടുള്ള കാര്യം ഈ AC റൂമിലിരിക്കുന്ന നേതാക്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലാതെ അറിയാത്ത പൊട്ടന്മാരാണോ ഈ നേതാക്കന്മാരെന്ന് പറയുന്നത്? അല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ വിളിച്ചു വരുത്തിയ അണികളെ തങ്ങളുടെ സുരക്ഷാ കവചമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ഇറക്കി വിട്ടത്. അവിടെ തല്ലുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, കാർ അടിച്ചു പൊളിച്ച്, ഉദ്യോഗസ്ഥരെ തച്ച്, ഡ്രൈവറുടെ കണ്ണടിച്ച് പൊട്ടിച്ച്, വണ്ടിയാകട്ടെ തിരുമ്പും അടിച്ച്, ഇതൊക്കെ ചെയ്തിട്ട് ജയിലിലേക്ക് തള്ളിവിട്ടത്. ഇല്ലേ? തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട് തോറ്റിട്ടും സ്വന്തം പാർട്ടിക്കുള്ളിലെ കീഴ്ഘടകങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടും ഈ അധികാര കസേര വിട്ടൊഴിയാൻ നമ്മുടെ നേതാക്കള്, പ്രത്യേകിച്ച് പിണറായി വിജയനൊക്കെ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ കള്ളക്കളി ഉണ്ടാവും. അത് വെറും ഒരു പദവിയോടുള്ള മോഹം മാത്രമൊന്നുമല്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലുള്ള പദവികളിൽ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ എന്തായാലും കുറച്ച് ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരു പേഴ്സണൽ സ്റ്റാഫും ഔദ്യോഗിക വസതിയും എല്ലാത്തിനും ഉപരി ലഭിക്കുന്ന ഒരു വലിയ നിയമ പരിരക്ഷയുണ്ട്. അതൊക്കെ കിട്ടും. അത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. തങ്ങൾക്കെതിരെ വരുന്ന കേസുകളിൽ നിന്നും അന്വേഷണത്തിൽ നിന്നൊക്കെ താൽക്കാലികമായെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഔദ്യോഗിക പദവികൾ ഇവർക്ക് ഒരു ആയുധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും വേണ്ടാതെ നോക്കൂ. ജില്ലാ കമ്മിറ്റികളും മറ്റേ കമ്മിറ്റികളും എല്ലാ കമ്മിറ്റികളും പിണറായിക്ക് എതിരെയാണ് നിന്നത്. ഏത് കമ്മിറ്റിയാണ് നിന്നത്? സ്വന്തം മണ്ഡലത്തിൽ പോലും, ധർമ്മടത്ത് പോലും അവസാനം എങ്ങനെയോ കടന്നുകൂടിയതാ. സ്വന്തം വാർഡിൽ പോലും അദ്ദേഹം തോറ്റുവെക്കായിരുന്നു എന്നാണ് അറിയുന്നത്. അതായത് ഒരു മുഖ്യമന്ത്രി, 10 വർഷം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയും ദയനീയമായിട്ട് ഈ സർക്കാരിനെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുണ്ടെങ്കിൽ, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയമല്ലേ? എന്തെങ്കിലും വികസന പ്രവർത്തനം ചെയ്യാഞ്ഞിട്ടാണോ? കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് നമ്മൾ എത്ര പറഞ്ഞാലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് തോറ്റു? ഈ ധാർഷ്ട്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ പിൻപറ്റി കഴിഞ്ഞാൽ തങ്ങൾക്ക് അടി കിട്ടുമെന്ന് അറിയാത്തൊരാളായത്. അങ്ങനെയുള്ള ഒരാളെ മാറ്റി നിർത്താൻ വേണ്ടി ഈ നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ, ജില്ലാ നേതൃത്വം അടക്കം നിരന്തരം പറയുമ്പോൾ അവരവിടെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തൊക്കെയോ ഒരു മറയ്ക്കാനും അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഒക്കെ ഉള്ള ഒരു സംരക്ഷണം അത് നേടാനും വേണ്ടിയായിരിക്കും. നേതാക്കൾക്ക് തങ്ങളുടെ കസേരയും നിയമപരീക്ഷയൊക്കെ ഉറപ്പാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അതിനു വേണ്ടിയിട്ട് താഴെത്തട്ടിലുള്ള സാധാരണക്കാരന്റെ വികാരങ്ങളെ അവർ നല്ല ഭംഗിയായിട്ട്, രാഷ്ട്രീയ വികാരങ്ങളെ ഭംഗിയായിട്ട് ചൂഷണം ചെയ്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് അതിലൊരു വലിയ രാഷ്ട്രീയ കളി കളിക്കും. അത് വെച്ചൊരു മുതലെടുക്കുകയും ചെയ്യും. ഇതിൽ വലിയൊരു രാഷ്ട്രീയ വഞ്ചന വേറെ ഉണ്ടോ? ഈ അണികൾ, ഈ സഖാക്കൾ അതൊന്ന് വിളിക്കണ്ടേ? കമ്മികളെന്ന് കളിയാക്കി വിളിക്കാറുണ്ട്. പക്ഷേ ഈ ഒരിക്കലും കമ്മികളായി മാറരുത്. സുഹൃത്തുക്കളെ, കോടികൾ അടിച്ചു മാറ്റിയുള്ള നേതാക്കളുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തെരുവിൽ പണയം വെച്ചുകൊണ്ട് ഇങ്ങനെ ജയിലിൽ പോകേണ്ടവരാണോ നമ്മളെന്ന് ഇനിയെങ്കിലും സഖാക്കളെന്ന് ചിന്തിക്കണം. ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരച്ചാലുകൾ നീന്തി കയറി, അതൊക്കെ പഴയ കഥയാണ്. പണ്ടായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പാർട്ടി നേതാക്കൾ അവരുടെ ജീവനും
ജീവിതവും സമർപ്പിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നവകേരള സദസ്സ്, നവകേരള തൂർത്തിൽ നമ്മൾ കണ്ടതല്ലേ, ലക്ഷക്കണക്കിന് വരുന്ന അവരുടെ പാർട്ടി അണികളെ, അല്ല ജനങ്ങളെ, പാവപ്പെട്ടവരെ കാണാൻ നേരിട്ട് കണ്ട് അവരുടെ ആവലാതികൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ഈ മുഴുവൻ ഭരണാധികാരികളും എത്ര പാവങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ അപേക്ഷാപ്പം വാങ്ങി? ആരിൽ നിന്നെങ്കിലും വാങ്ങിയില്ല. അവരാരെയാണ് കണ്ടത്? അവർ പൗരപ്രമുഖരെ കണ്ടു, പണച്ചാക്കുകളെ കണ്ടു, പാവങ്ങളെ കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവർക്ക് വേണ്ടി, ഇവരുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടി തെരുവിൽ പണയം വെച്ചിട്ട്, അവരുടെ ജീവിതം പണയം വെച്ചുകൊണ്ട് ജയിലിൽ പോകേണ്ടവരാണോ നമ്മളെന്ന് സാധാരണക്കാരായിട്ടുള്ള ഓരോ അണികളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ആർക്കാനും വേണ്ടി വടിയും വടിവാളും എടുത്തുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അത് നേതാക്കളുടെ സ്വാർത്ഥത മാത്രമാണ്. അവർ നമ്മളെ വെച്ചുകൊണ്ട് മുതലെടുക്കണമെന്ന് എന്നാണ് ഇനി ഈ കാലത്ത് മനസ്സിലാകുന്നത്. സഖാക്കൾ നേതാക്കൾ തന്നെയാണ്, പക്ഷെ അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ നിൽക്കരുത്. സ്വന്തം കുട്ടികളെ അനാഥരാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതൊരു സുഖമുള്ള ഒരു പരിപാടിയല്ല. ഒരു നിമിഷം ചിന്തിച്ചാൽ മനസ്സിലാവും. പാർട്ടിയൊക്കെ വലുതാണ്. അത് പാർട്ടി ആയിരുന്ന കാലത്താണ്. ഇപ്പൊ പാർട്ടി നേതാക്കൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരല്ല. അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള നേതാക്കൾക്ക് വേണ്ടിയിട്ടല്ല ഈ അണികൾ അവരുടെ ജീവിതം തുലയ്ക്കേണ്ടത്. നേതാക്കൾ AC മുറിയിൽ ഇരുന്നിട്ട് സൂഹിക്കുമ്പോൾ അവരുടെ ആക്രോശം കേട്ടിട്ട് സ്വന്തം ജീവിതം ജയിലറുകളിൽ ഹോമിക്കുന്നതിന് മുമ്പ് അല്പമെങ്കിലും സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ ഈ അണികൾ ഇനിയെങ്കിലും ഒന്ന് തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ വെറും ചാവേറുകളായി ഈ പാർട്ടി അണികൾ, ഈ സഖാക്കൾ എന്നും മാറേണ്ടി വരും എന്നുള്ളത് മറന്നു പോകരുത്. Different angles. Don't forget to subscribe and support this channel.